സെക്കൻഡ് സെമസ്റ്ററിലെ ഒരു ചെറിയ ടോപ്പിക് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാൻ ഈ ടോപ്പിക്കിൻ്റെ നോട്ട് തന്നതായിരുന്നു, നിങ്ങളത് പഠിച്ചതുമാണ്. അപ്പോൾ അതിനകത്ത് 1-2 പോയിൻറ്റ്സ് കൂടി നമുക്ക് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. 1-2 പോയിൻറ്റ്സ് കൂടി ഉൾപ്പെടുത്തി വേണം അനോമലസ് മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ചോദ്യമായിട്ട് ചോദിച്ചാൽ, അതായത് ബി പാർട്ടിലോ എസ്ഐയിലോ ചോദ്യമായിട്ട് ചോദിക്കുവാണെങ്കിൽ നമ്മൾ ആൻസർ എഴുതാനായിട്ട്. സോ അത് നമുക്ക് എന്താണെന്ന് നോക്കാം. അതിൻ്റെ കൂടെ ആ നോട്ട് ഈ പറഞ്ഞിരിക്കുന്ന പോയിൻറ്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. സോ the values of magnetic moments calculated using the spin-only formula in a number of cases differs from the values obtained experimentally. നമ്മളതിൻ്റെ ബേസ് ലെവൽ തൊട്ട് തുടങ്ങുവാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് മാഗ്നറ്റിക് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്പിൻ ഓൺലി ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ കിട്ടിയ വാല്യൂ പലപ്പോഴും നമ്മുടെ എക്സ്പെരിമെൻ്റൽ വാല്യൂവിൽ നിന്ന് വ്യത്യാസമായിരിക്കും. അപ്പോൾ സ്പിൻ ഓൺലി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ബേസ് ചെയ്താണ്. ദിസ് ഡിഫറൻസ് ഈസ് സപ്പോസ് ടു ബി ഡ്യൂ ടു 2 റീസൺസ്. സോ ആദ്യമായിട്ട് നമുക്ക് 2 റീസൺസ് കൊണ്ടാണ് ഈ പറഞ്ഞ സ്പിൻ ഓൺലി വാല്യൂവിൽ നിന്ന് എക്സ്പെരിമെൻ്റൽ വാല്യൂ ഡിവിയേറ്റ് ചെയ്യുന്നതെന്ന് കാണാം. അതിൽ ഒന്നാമത്തേത് ഡ്യൂ ടു ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റ്. അപ്പോൾ ഇലക്ട്രോൺസ് സ്പിൻ മോഷനും ഉണ്ട്, ഓർബിറ്റൽ മോഷനും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചില കേസുകളിൽ ഓർബിറ്റൽ മോഷൻ ക്വെഞ്ച്ഡ് ആണെന്ന് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അല്ലാത്ത കേസുകളിൽ ഓർബിറ്റൽ മോഷൻ കൂടി സ്പിൻ മോഷൻ്റെ കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ എങ്ങനെയുള്ള ഓർബിറ്റലിലാണ്, എങ്ങനെയുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലാണ് ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അനദർ വൺ ഈസ് ഡ്യൂ ടു ദ ഡിപ്പെൻഡൻസ് ഓഫ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓൺ ദ എക്സ്പെരിമെൻ്റൽ ടെമ്പറേച്ചർ. സോ ആ കാര്യം നമ്മൾ പഠിച്ചതാണ്. മാഗ്നറ്റിക് മൊമെൻറ്റ് വാല്യൂ വിൽ ബി ഡീവിയേറ്റഡ് ഫ്രം എ ഫിക്സഡ് വാല്യൂ വെൻ ടെമ്പറേച്ചർ ചേഞ്ചസ്. ഇപ്പോൾ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലൊരു വാല്യൂ ആണ്, പക്ഷേ ടെമ്പറേച്ചർ വ്യത്യാസപ്പെടുത്തി കഴിഞ്ഞാൽ മാഗ്നറ്റിക് മൊമെൻറ്റ് വാല്യൂ വ്യത്യാസം വരും. അപ്പോൾ ഈ 2 കാരണങ്ങളാണ് പ്രധാനമായിട്ടും മ്യൂ വാല്യൂ മ്യൂ സ്പിന്നിൽ നിന്ന് വ്യത്യാസമാകാനുള്ള കാരണമായിട്ട് ആദ്യം കാലത്ത് പറഞ്ഞിരുന്നത്. Then even for some ions where no orbital moment is expected, the observed values significantly depart from the spin-only value. അപ്പോൾ ഈ പറഞ്ഞ 2 കേസില്ല. നമ്മളൊരു ഫിക്സഡ് ടെമ്പറേച്ചറിലാണ് നടത്തുന്നത് അല്ലെങ്കിൽ കാൽക്കുലേഷൻ നടത്തുന്നത്. അതുകൂടാതെ ഓർബിറ്റൽ കോൺട്രിബ്യൂഷനുള്ള പോസിബിലിറ്റി ഇല്ല എങ്കിൽ പോലും ചിലപ്പോൾ സ്പിൻ വാല്യൂവിൽ നിന്ന് വ്യത്യാസം എക്സ്പെരിമെൻ്റൽ വാല്യൂവിന് വരാറുണ്ട്. ദിസ് ഈസ് അട്രിബ്യൂട്ടഡ് ടു സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻസ് വിച്ച് oppose the quenching of the orbital moments by mixing the orbitals. So that is due to spin orbit interactions. അപ്പോൾ സ്പിൻ മോഷൻ ഉണ്ട്, ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ ഉണ്ട്, ദെൻ സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷനും മാഗ്നറ്റിക് മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട്. ഇനി സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻസിനെ കുറിച്ച് ചില കാര്യങ്ങൾ മാത്രം നോക്കാം. നമ്മളതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകുന്നില്ല. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. ലോവർ മ്യൂ എഫക്റ്റീവ് വാല്യൂസ്. അപ്പോൾ സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻസ് എപ്പോഴും പോസിറ്റീവ് ആകണമെന്നില്ല, ചിലപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നേക്കാൾ കുറവായിരിക്കും. ലോവർ മ്യൂ എഫക്റ്റീവ് വാല്യൂസ് ഒബ്റ്റെയിൻ ഫോർ ക്രോമിയം 2+, ക്രോമിയം 3+, വനേഡിയം 3+, ആൻഡ് വനേഡിയം പ്ലസ്, ആൻഡ് ഹയർ വാല്യൂസ് ഫോർ സ്പിൻ ഫ്രീ Fe2+, cobalt 2+, nickel 2+, and copper 2+ complexes are mainly due to spin orbit interactions. അപ്പം മ്യൂ വാല്യൂ കൂടുകയും ചെയ്യാം, കുറയുകയും ചെയ്യാം സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻസ് കൊണ്ട്. ദെൻ ദ ഗ്രേറ്റസ്റ്റ് ഡീവിയേഷൻ ഇൻ ദിസ് കേസ് ഇസ് ഒക്കേർഡ് ഫോർ കൊബാൾട്ട് 2+ ആൻഡ് അയൺ 2+, ഫോർ വിച്ച് അൺക്വെഞ്ച്ഡ് ഓർബിറ്റൽ മൊമെൻറ്റ്സ് കോൺട്രിബ്യൂട്ട് സിഗ്നിഫിക്കൻ്റ്ലി. ഈ 2 കേസിൽ വളരെ വ്യാപകമായിട്ട് സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ്റെ എഫക്റ്റ് നമ്മുടെ മ്യൂ വാല്യൂവിലേക്ക് വരികയും ഓൾമോസ്റ്റ് അൺക്വെഞ്ച്ഡ് ആയിട്ട് ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ്റെ വാല്യൂസ് വരികയും ചെയ്യും. സോ നല്ല ഡീവിയേഷൻ എക്സ്പെരിമെൻ്റൽ വാല്യൂവും തിയററ്റിക്കൽ വാല്യൂവും തമ്മിലുണ്ടാവും. തിയററ്റിക്കൽ വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് സ്പിൻ ഓൺലി വാല്യൂവായിട്ട്. സം അയോൺസ് ലൈക്ക് MnO4-, CrO4-2- and low spin cobalt 3+ complexes shows temperature independent paramagnetism even though they do not have any unpaired electrons. TIP നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. അപ്പോൾ അതിനകത്ത് MnO4-, CrO4-2- നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൻ്റെ കൂടി കൊബാൾട്ട് 3+ കേസ് കൂടി ഓർത്തു വെക്കണം. ചിലപ്പോൾ പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ UGC എക്സാമിനേഷനോ ഒക്കെ കൊബാൾട്ട് 3+ കോംപ്ലക്സ് ചോദിക്കാറുണ്ട്. This is due to spin orbit coupling of the ground state to a paramagnetic excited state.
അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമ്മൾ TIP പഠിച്ചപ്പോൾ കണ്ടായിരുന്നു, ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പം ഗ്രൗണ്ട് സ്റ്റേറ്റും എക്സൈറ്റഡ് സ്റ്റേറ്റും തമ്മിലൊരു ഇൻട്രാക്ഷൻ നടക്കും, അവിടെ ഒരു കപ്ലിംഗ് നടക്കും. സോ ദാറ്റ് വിൽ അഫക്റ്റ് ദ മാഗ്നറ്റിക് മൊമെൻറ്റ് വാല്യൂ. അതാണ് TIPയുടെ ബേസിക് ഐഡിയ. ദ ഡിഗ്രി ഓഫ് മിക്സിംഗ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ. അതുകൊണ്ടാണ് നമ്മളതിനെ TIP എന്ന് വിളിക്കുന്നത്. ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. Then Pierre Curie established in 1895 that paramagnetic susceptibility is inversely proportional to the absolute temperature. നമ്മളിത് പഠിച്ചതാണ് ക്യൂറീസ് ലോ. ദാറ്റ് ഈസ് Chi m is equal to C/T. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻസ് വരുന്നു. ഇനി ടെമ്പറേച്ചറും മ്യൂ സ്പിൻ വാല്യൂവിനെ അല്ലെങ്കിൽ മ്യൂ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യും. അതിന് ഒരു എക്സ്പ്ലനേഷനാണ് ക്യൂറി കൊടുത്തത്. This expression, which is known as Curie's law, is actually a restatement of magnetic moment. അപ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റിനെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ടെമ്പറേച്ചർ കൂടി പറയണം എന്ന് ഈ പറയുന്ന Curie's law പറഞ്ഞു വെക്കുന്നു. The law is obeyed fairly well by paramagnetic substances that are magnetically dilute. എന്നുവെച്ചാൽ എന്താണ്? പാരാമാഗ്നറ്റിക് സെൻറ്റേഴ്സ് ആർ വെരി മച്ച് apart and they are separated by diamagnetic positions or diamagnetic ions. നമ്മൾ കണ്ടതാണ്. എവിടെയാണ് കണ്ടത്? ഫെറാമാഗ്നറ്റിസം ആൻറ്റി ഫെറാമാഗ്നറ്റിസം ഒക്കെ പഠിച്ച സമയത്ത് ഈ പറഞ്ഞ ഐഡിയ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവിടെയാണ് ക്യൂറീസ് ലോ ഒബേ ചെയ്യുന്നത്. അങ്ങനെ അല്ലാത്ത സബ്സ്റ്റൻസസിൽ, ദാറ്റ് ഈസ് വെയർ ദർ ഈസ് എക്സ്ചേഞ്ച് ബിഹേവിയർ എന്ന് വെച്ചാൽ മാഗ്നറ്റിക്കലി കോൺസെൻട്രേറ്റഡ് സബ്സ്റ്റൻസസിൽ we need modifications for Curie's law. That is, a new law is proposed, which is a modification of Curie's law. It is known as Curie-Weiss law. Chi m is equal to C/T minus theta, where C is the Curie's constant, theta is the Weiss constant. Then the anomalous magnetic moment for a metal ion with a given delta in a non-symmetry and in a discrete molecular species is defined as. So നമ്മളിപ്പോൾ പറഞ്ഞു വെക്കുന്നത്, ഇത്രയും നേരം നമ്മൾ കണ്ടത് മ്യൂ സ്പിൻ എന്നുള്ളതൊരു ബേസിക് വാല്യൂ ആയിട്ട് വെച്ചിട്ടായിരുന്നു. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂ സ്പിൻ ഫണ്ടമെൻ്റൽ വാല്യൂസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ, TIP, സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് എല്ലാം അനോമലസ് ബിഹേവിയറിന് കാരണമാണ്. പക്ഷേ അതിനെ എല്ലാം നമ്മൾ പരിഗണിച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ കണ്ടീഷൻസ് കൊടുക്കുന്നു, മെറ്റൽ അയോൺ വിത്ത് എ ഗിവൺ ഡെൽറ്റ വാല്യൂ, നോൺ സിമെട്രി ആൻഡ് എ ഡിസ്ക്രീറ്റ് മോളിക്കുലർ സ്പീഷീസ് is defined as one which falls outside the range of magnetic moment values predicted on the basis of contributions from spin angular momentum, orbital angular momentum, TIP values. So spin value, orbital value, TIP value, ഈ മൂന്ന് എണ്ണവും നമ്മൾ പരിഗണിച്ച ശേഷം വീണ്ടും എക്സ്പെരിമെൻ്റൽ വാല്യൂവും തിയററ്റിക്കൽ വാല്യൂവും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അനോമലസ് ബിഹേവിയർ എന്ന് കാണിക്കുന്നത്, അനോമൽ മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത്. സോ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എ വെറൈറ്റി ഓഫ് മോഡൽസ് ഹാവ് ബീൻ ഇൻവോൾവ്ഡ് ടു അക്കൗണ്ട് ഫോർ ദ അനോമലസ് മാഗ്നറ്റിക് ബിഹേവിയർ. അപ്പോൾ ക്ലിയർ ആയിട്ടുള്ളൊരു ഡെഫിനേഷൻ ഇതിനില്ല. സ്പിൻ ആംഗുലർ മൊമെൻറ്റം, ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം, TIP, ഇത് മൂന്നും കൊണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെയാണ് അനോമലസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അകത്ത് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ഇൻട്രാക്ഷൻ എഫക്റ്റീവായിട്ട് വരുന്നു അല്ലെങ്കിൽ അത് മാഗ്നറ്റിക് മൊമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുമെന്ന് നമ്മൾ കണ്ടു. ഒരു ടിപ്പിക്കൽ കേസ് എടുത്തിട്ട് നമുക്കത് അല്പം കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. നിക്കൽ 2 കോംപ്ലക്സിൻ്റെ കേസിൽ അണ്ടർ റെഗുലർ ഒക്ടാഹെഡ്രൽ ജോമെട്രി 382G ground state, time for nickel 2 acquires some orbital contribution from the next higher 3T2G state due to spin orbit coupling. 382Gയും 3T2Gയും തമ്മിൽ ഒരു interaction നടക്കുന്നു, spin orbit coupling interaction. Therefore the overall magnetic moment is dependent on delta value and lambda. Assuming delta is equal to 8,000 centimeter inverse and lambda equal to 75% of the free ion value, then mu effective can be calculated by using the following equation. Mu effective is equal to mu s into 1 minus alpha lambda by delta, where alpha is 2 for EG and 4 for A2G ground state term. ഇതൊരു കുറച്ച് ജനറൽ ഇക്വേഷൻ ആണ്. 2 നമുക്ക് EG സ്റ്റേറ്റിന് എടുക്കാം,
ഫോർ A2G സ്റ്റേറ്റ് എടുക്കാം. അപ്പോൾ ഇവിടെ A2G ആയതുകൊണ്ട് നേരത്തെ കണ്ട നിക്കൽ 2 കേസിൽ A2G ആയതുകൊണ്ട് നമുക്കതിനെ ഈ കേസിൽ 4 എടുക്കാം. Then the calculated mu effective is about 3.3 bm in the case of nickel 2, which is fairly above the spin only value of 2.83. This also includes a small temperature independent paramagnetic contribution. Generally, mu effective is in the range of 3 to 3.3 bm. However, observed values are slightly higher than this value. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ ആണ് mu effective 3.3. അപ്പോൾ അതിനേക്കാൾ അല്പം കൂടിയ വാല്യൂ ആണ് നമുക്ക് കിട്ടുക എന്തിൻ്റെ അകത്ത് ആക്ച്വൽ എക്സ്പെരിമെൻ്റൽ വാല്യൂവിൽ. അതുകൊണ്ട് തന്നെ ചെറിയൊരു TIP കോൺട്രിബ്യൂഷൻ കൂടി ഈ കേസിൽ വരും. Generally, mu effective is in the range of 3 to 3 bm. However, a small deviation from this value is also observed. Fe2, Fe3 and cobalt 2 are showing similar trends. Fe2, Fe3, cobalt 2, nickel 2 എല്ലാം ഈ പോസിബിലിറ്റി കാണിക്കും. സ്പിൻ ഓർബിറ്റ് കപ്ലിങ് കാണിക്കും. സോ ദിസ് ഇസ് എ കേസ്. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ടിപ്പിക്കലി 5 കാരണങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങളെ കൂടാതെ അനോമലസ് മാഗ്നറ്റിക് ബിഹേവിയറിന് കാരണമായിട്ടുള്ളത്. ശരിക്കും നമുക്ക് പറയുന്നത് അനോമലിക് മാഗ്നറ്റിക് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ തിയററ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത, ഇത്രയും കാലം നമ്മൾ പഠിച്ചതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത റീസൺസിനെയാണ്. ഇനിയുള്ള 5 റീസണാണ് അതിനുള്ള കൃത്യമായ മറുപടി. എന്നിരുന്നാൽ പോലും റിലേറ്റീവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പല ബുക്കുകളും പല രീതിയിലാണ് അനോമലസ് മാഗ്നറ്റിക് മൊമെൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതായത് സ്പിൻ വാല്യൂ എന്നത് ഡീവിയേറ്റ് ചെയ്യുന്നു, സ്പിൻ ഓർബിറ്റ് TIP ഇത് മൂന്നും കൂട്ടിയ ശേഷം ഡീവിയേറ്റ് ചെയ്യുന്നു. നമ്മൾ ആ ഒരു അപ്രോച്ചാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള 5 കാരണങ്ങൾ പ്രധാനമായിട്ടും അനോമലസ് മാഗ്നറ്റിക് മൊമെൻറ്റ് കാണിക്കുന്നതാണ്. അതിൽ ഒന്നാമത്തെ ഇതാണ് ഇക്വിലിബ്രിയം ബിറ്റ്വീൻ 2 സ്പിൻ സ്റ്റേറ്റ്സ്. ഏതായിരിക്കും ആ 2 സ്പിൻ സ്റ്റേറ്റ്സ്? ലോ സ്പിന്നും ഹൈ സ്പിന്നും. ഫോർ D4, D5, D6 and D7 configurations, spin state equilibrium may arise in OH geometry, provided the crystal field strength is in the region of critical 10 dq. അപ്പോൾ ഈ ക്രിട്ടിക്കൽ 10 dq ഒക്കെ നമ്മൾ കണ്ടായിരുന്നു ടെനാബെ സുഗാനോ ഡയഗ്രാം പഠിച്ച സമയത്ത്. ഒരു പർട്ടിക്കുലർ വാല്യൂവിലാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്ട്രെങ്ത് നിൽക്കുന്നതെങ്കിൽ ടെമ്പറേച്ചറിനനുസരിച്ചോ പ്രഷറിനനുസരിച്ചോ ലോ സ്പിൻ ഹൈ സ്പിൻ ഇക്വിലിബ്രിയം അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കേസിലൊക്കെ അത് പോസിബിളാണ്. In the case of D8 nickel 2 OH complexes, the Tenabe-Sugano diagram shows that at no crystal field strength in the OH geometry, a low spin state is possible. Nickel 2 കേസിൽ ലോ സ്പിൻ എന്നൊരു പോസിബിലിറ്റി വരുന്നില്ല. ബട്ട് if there is a tetragonal distortion in nickel 2 complex, that may lead to change in spin states. ഇപ്പോൾ പെർഫെക്റ്റ് ഒക്ടാഹൈഡ്ര ആണെങ്കിൽ അവിടെ ഈ പോസിബിലിറ്റി ഒന്നുമില്ല. ബട്ട് വെൻ ദർ ഇസ് എ ടെട്രാഗണൽ ഡിസ്റ്റോർഷൻ ദെൻ ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ സ്പിൻ സ്റ്റേറ്റ്. സോ കൺസിഡർ എ മിക്സഡ് ലിഗൻഡ് കോംപ്ലക്സ് MA4B2. ലിഗൻഡ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തന്നെ പെർഫെക്റ്റ് ഒക്ടാഹൈഡ്രൽ നിന്ന് അത് വ്യത്യാസം വന്നിരിക്കുന്നു. അപ്പോൾ ചെറിയൊരു ഡീവിയേഷൻ അവിടെ ഉണ്ട്. Then if B has a very low crystal field strength compared to A in the spectrochemical series, അപ്പോൾ ബിക്കും എയ്ക്കും ഡിഫറെൻറ്റ് ഫീൽഡ് സ്ട്രെങ്ത് ആണ് സ്പെക്ട്രോകെമിക്കൽ സീരീസിൽ. ദെൻ അതിൻ്റെ 2 എണ്ണം മൂലം ഉണ്ടാകുന്ന ക്രിസ്റ്റൽ ഫീൽഡ് എഫക്റ്റിനെ നമുക്ക് Δ1, Δ2 എന്ന് പറയാം. Then in that case Δ1 or Δ2 may exceed the pairing energy and resulting in diamagnetism. സോ പയറിംഗ് എനർജിയേക്കാൾ കൂടുതൽ ഡെൽറ്റ വാല്യൂ വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ റിസൾട്ട്സ് ഇൻ ഡയമagnetism. വെൻ Δ1 ഈസ് ക്ലോസ് ടു P, വി വിൽ ഹാവ് എ സ്പിൻ സ്റ്റേറ്റ് ഇക്വിലിബ്രിയം. അപ്പോൾ ഈ ഡെൽറ്റയും പിയും വെച്ചിട്ട് ലോ സ്പിൻ ഹൈ സ്പിൻ കേസൊക്കെ നിങ്ങൾ കണ്ടായിരുന്നു. P വാല്യൂ ആണോ കൂടുതൽ, ഡെൽറ്റ വാല്യൂ ആണോ കൂടുതൽ എന്നത് വെച്ചിട്ട് സ്പിൻ ചേഞ്ചസ് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡെൽറ്റയും പിയും കമ്പയറബിൾ വാല്യൂസിലാണെങ്കിൽ then we have got the spin state equilibrium depending on temperature, sometimes even pressure. സോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അപ്പോൾ അത്തരം കേസിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് മൊമെൻ്റ് അല്ല പലപ്പോഴും കിട്ടുക. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഡൈക്ലോറോ ടെട്രാക്കിസ് NN- ഡൈഇഥൈൽ തയോയൂറിയ നിക്കൽ 2. വേരിയസ് നിക്കൽ 2 കോംപ്ലക്സസ് എക്സിബിറ്റ് ദിസ് അനോമലസ് ബിഹേവിയർ. എന്താണ്
സ്പിൻ സ്റ്റേറ്റ് ഇക്വിലിബ്രിയം. ലോ സ്പിന്നും ഹൈ സ്പിന്നും തമ്മിൽ ഇക്വിലിബ്രിയത്തിലാണ് നിൽക്കുന്നത്. ടെമ്പറേച്ചറിനനുസരിച്ചോ പ്രഷറിനനുസരിച്ചോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. Consider the complex NiDETU 4 times Cl2. That is dichloro tetrakis NN-diethyl thiourea nickel 2. Where DETU is the NN-diethyl thiourea. അപ്പോൾ ഇതിൻ്റെ അതൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കോംപ്ലക്സിന് എക്സാമ്പിൾ നിർബന്ധമായിട്ടും പഠിച്ച് വെച്ചേ പറ്റൂ. കാരണം 5 പോസിബിലിറ്റിയാണ്, 5നും എക്സാമ്പിൾ പഠിക്കണം. ഓരോ എക്സാമ്പിൾസ് വെച്ചേ ഞാൻ കൊടുത്തിട്ടുള്ളൂ, അത് നിർബന്ധമായിട്ട് പഠിക്കണം. This complex displays spin crossover as a response to variation of both temperature and pressure. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ക്രിട്ടിക്കൽ ഡെൽറ്റ വാല്യൂവിലാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ പെയറിങ് നടക്കാനും നടക്കാതിരിക്കാനും സാധ്യതയുണ്ട്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനനുസരിച്ച് ഇത് ലോ സ്പിന്നോ ഹൈ സ്പിന്നോ ആയിട്ട് മാറാം, പ്രഷറിനനുസരിച്ച്. This study aims to investigate the spin equilibrium in this complex by conducting X-ray crystallography, DFT and TD-DFT calculations. So, ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ സ്പിൻ സ്റ്റേറ്റ് ഇക്വിലിബ്രിയം നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി, DFT എന്താണ് ഡെൻസിറ്റി ഫങ്ഷണൽ തിയറി, TD-DFT ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും, എങ്ങനെയാണത് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോംപ്ലക്സിൻ്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഈസ് സ്പിൻ പെയർഡ് ബിലോ 194 Kelvin ബട്ട് അറ്റൈൻസ് പാരാമാഗ്നറ്റിക് മൊമെൻറ്റ് വെൻ ടെമ്പറേച്ചർ ഈസ് റേസ്ഡ് ബിയോണ്ട് 194 Kelvin. അപ്പോൾ അവിടെ ഒരു സ്പിൻ സ്റ്റേറ്റ് ഇക്വിലിബ്രിയം ഉണ്ട്. ടെമ്പറേച്ചറിനനുസരിച്ച് മാറുന്നത് 194 ഡിഗ്രി അല്ല കെൽവിൻ. പിന്നെ അത് ലോ സ്പിൻ ഹൈ സ്പിൻ ചേഞ്ച് കാണിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ ആസ്പെക്റ്റ് ഇതാണ്, മാഗ്നറ്റിക്കലി നോൺ ഇക്വലൻറ്റ് സൈറ്റ്സ് ഇൻ എ യൂണിറ്റ് സെൽ. അത് നമുക്കൊരു പർട്ടിക്കുലർ കോംപ്ലക്സ് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. NiPPHCH2 PH2 ട്വൈസ് ദ ഹോൾ സിസ്റ്റം ട്വൈസ്. അപ്പോൾ അതൊരു സിംഗിൾ ലിഗൻഡാണ്, അത് 2 ഉണ്ട്, Br2. അപ്പോൾ മൊത്തം 4 ലിഗൻഡ് ഉണ്ട്. 4 ലിഗൻഡുള്ള ഒരു നിക്കൽ കോംപ്ലക്സ് ആണ്. ദെൻ ഐദർ ഇറ്റ് മേ ബി ടെട്രാഹീഡ്രൽ ഓർ സ്ക്വയർ പ്ലാനാർ. ഇറ്റ്സ് യൂണിറ്റ് സെൽ ഹാസ് ഗോട്ട് 1 സ്ക്വയർ പ്ലാനാർ ആൻഡ് 2 ടെട്രാഹീഡ്രൽ ജോമെട്രി. സോ നമ്മൾ സാധാരണ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ, ഒരു നിക്കൽ കോംപ്ലക്സ് 4 കോർഡിനേറ്റ് ആണ്. ഐദർ അതൊരു ടെട്രാഹീഡ്രൽ സിസ്റ്റം ആവണം, അല്ലെങ്കിൽ സ്ക്വയർ പ്ലാനാർ സിസ്റ്റം ആവണം. ഇവിടെ എന്താ സംഭവിച്ചത്, ഒരു യൂണിറ്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു സ്ക്വയർ പ്ലാനാറും 2 ടെട്രാഹീഡ്രൽ ജോമെട്രിയും ഉണ്ട്. Therefore the nickel atoms in the unit cell are magnetically non-equivalent. അപ്പം നിങ്ങൾക്കറിയാം, നിക്കലിൻ്റെ കേസിൽ സ്ക്വയർ പ്ലാനാർ വന്നാലും ടെട്രാഹീഡ്രൽ വന്നാലും നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസിന് വ്യത്യാസമുണ്ട്. കാരണം ഹൈബ്രിഡൈസേഷൻ വ്യത്യാസമാണ്. നമ്മളത് എടുത്ത് കണ്ടായിരുന്നു, എക്സാമ്പിൾ എടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കേസിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്, ഒന്നെങ്കിൽ ഇത് ടെട്രാഹീഡ്രൽ അല്ലെങ്കിൽ ഇത് സ്ക്വയർ പ്ലാനാർ. പക്ഷേ ഇവിടെ ഒരു മിക്സറാണ്, ഒരു സിംഗിൾ യൂണിറ്റ് സെല്ല്. Therefore, this complex will exhibit anomalous magnetic behavior. ഇനി അടുത്ത പോയിന്റ് ഇതാണ്, solute solvent interaction. In certain complexes, when they are taken in the solution form, there will be interaction between the complex and solvent molecules. As a result of these interactions, the geometry of the complex may change and thereby a change in the spin states. The complex may show anomalous magnetic behavior. അപ്പോൾ നമ്മുടെ കോംപ്ലക്സും സോൾവെൻറ്റും തമ്മിൽ ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ there will be some changes in the geometry. നമുക്ക് നോക്കാം. Several bis salicylaldimate nickel 2 complex, again nickel 2 ആണ്. bis salicylaldimine nickel 2 complex are diamagnetic in the solid state and fully paramagnetic in pyridine solution. A phenomena which may be attributed to the formation of a 6-coordinate pyridine adducts. In this case, it was assumed that the origin of paramagnetism is due to interaction of solvent with a square planar complex, and it corresponds to the following equilibrium. So we have got a square planar complex in this case. The solid state is square planar ആണ്. In that case, there won't be any magnetic
മൊമെൻറ്റ്. കാരണം DsP2 ഹൈബ്രിഡൈസേഷൻ ആണ്, അൺപെയർഡ് ഇലക്ട്രോൺസ് ഒന്നുമില്ല, മാഗ്നറ്റിക് മൊമെൻ്റ് ഒന്നുമില്ല. പക്ഷേ സൊല്യൂഷൻ ഫോമിൽ എടുത്താൽ, എന്ത് സൊല്യൂഷൻ? pyridine സൊല്യൂഷനിൽ എടുത്തു കഴിഞ്ഞാൽ there will be a 6 coordinate pyridine adduct. അപ്പോൾ നമ്മുടെ സ്ക്വയർ പ്ലാനാറും എന്ന് വെച്ചാൽ 4 പൊസിഷനിലിരിക്കുന്നു, പ്ലാനാറാണ്. അതിൻ്റെ മേളിലും താഴെയും ഓരോ സോൾവെൻറ്റ് മോളിക്യൂൾസ് വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. നൗ വിൽ ഗെറ്റ് എ സ്യൂഡോ ഒക്ടാഹൈഡ്രൽ ജോമെട്രി. ഒക്ടാഹൈഡ്രലിൽ നിക്കൽ മാഗ്നറ്റിക് മൊമെൻറ്റ് കാണിക്കും. therefore it is paramagnetic. Solvent plus square planar geometry will lead to pseudo octahedral, then that will be paramagnetic. The nickel 2 complex of a macrocyclic ligand L2 also shows similar behavior in water, pyridine and acetonitrile. The following equilibrium has been observed. So ഇവിടെ നോക്കുക, NiL2. So Lൻ്റെ ബൈ നേച്ചർ ഡിഫറെൻ്റ് ആണ്. അതൊരു സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് ആണ്, ബൈഡൻറ്റേറ്റ് ലിഗൻഡ് ആണ്. അപ്പോൾ അത് ഡയമാഗ്നറ്റിക് ആണ്. അപ്പോൾ വാട്ടർ മോളിക്യൂളിൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ മുകളിലും താഴെയും ഓരോ വാട്ടർ മോളിക്യൂൾ വരും. നൗ ഇറ്റ് വിൽ ബിക്കം പാരാമാഗ്നറ്റിക്. സോ ദിസ് ഇസ് ദ പോസിബിലിറ്റി. നമ്മുടെ കയ്യിലൊരു സ്ക്വയർ പ്ലാനർ, സെൻട്രലിൽ നിക്കലാറ്റമുണ്ട്, 4 ലിഗൻസ് ഉണ്ട്, സ്ക്വയർ പ്ലാനറായിട്ട് നിൽക്കുന്നു. സോ വാട്ടർ മോളിക്യൂൾസ് അല്ലെങ്കിൽ ഒരു ലിഗാൻഡ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സോൾവെൻറ്റ് ലിഗാൻഡായിട്ട് വന്നു കഴിഞ്ഞാൽ മേളിലും താഴെയും കയറി അറ്റാച്ച് ചെയ്യും. നൗ it will become octahedral. അപ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് ബിഹേവിയറും മാറും. ഇനി അടുത്തത് സൊല്യൂട്ട് ടു സൊല്യൂട്ട് ഇൻട്രാക്ഷൻ ആണ്. Association of 2 or more molecules may lead to an increase in the coordination number. This interaction will change the spin state, and as a result we will get anomalous magnetic behavior. For example, bis-N-methyl salicylaldimate nickel 2 is diamagnetic in the solid state but exhibit a magnetic moment in solutions. So this is the case. നമുക്ക് bis-N-methyl salicylaldimate nickel 2 ഇത്തരത്തിലൊരു ബിഹേവിയർ കാണിക്കുന്നതാണ് സൊല്യൂട്ട് ഇൻട്രാക്ഷൻസ്. അതായത് സോളിഡ് സ്റ്റേറ്റിലിരിക്കുന്ന സമയത്തും സൊല്യൂഷനിലിരിക്കുന്ന സമയത്തും 2 ബിഹേവിയറാണ് ഇവിടെ കാണിക്കുന്നത്. therefore this complex will exhibit solute interactions. ഇനി അടുത്ത പോയിന്റ് ഇതാണ്, കോൺഫിഗറേഷണൽ ഇക്വിലിബ്രിയം. anomalous magnetic moment of bis-N-methyl salicylaldimate nickel 2 complex in an inert solvent at room temperature is due to the presence of a square planar diamagnetic form and tetrahedral പാരാമാഗ്നറ്റിക് ഫോം ഇൻ കമ്പയറബിൾ പ്രൊപ്പോർഷൻസ്. ഇപ്പോൾ ഇവിടുത്തെ കേസ് ഇങ്ങനെ, നേരത്തെ നമ്മൾ കണ്ടത് എന്താ, ഒരൊറ്റ യൂണിറ്റ് സെല്ലിൽ തന്നെ സ്ക്വയർ പ്ലാനാറും ഉണ്ട്, ടെട്രാഹീഡ്രലും ഉണ്ട്. ഇവിടെ അങ്ങനെയല്ല, ചിലത് ടെട്രാഹീഡ്രൽ, ചിലത് സ്ക്വയർ പ്ലാനാർ. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു 2 പോസിബിലിറ്റി ഉണ്ട്, സ്ക്വയർ പ്ലാനാറും ആവാം, ടെട്രാഹീഡ്രലും ആവാം. അതിൻ്റെ ഒരു മിക്സറാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു മോളിക്യൂൾ അതിൻ്റെ അകത്ത് നിന്ന് പിക്ക് ചെയ്തു, ദാറ്റ് വിൽ ബി സ്ക്വയർ പ്ലാനാർ. വേറെണ്ണം പിക്ക് ചെയ്താലോ, ദാറ്റ് വിൽ ബി ടെട്രാഹീഡ്രൽ. അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിൽ നിന്ന് അല്പം വ്യത്യാസമായിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും ഇവർ കാണിക്കുക മാഗ്നറ്റിക് മൊമെൻറ്റ് കേസിൽ. ദാറ്റ് ഈസ് കോൾഡ് കോൺഫിഗറേഷണൽ ഇക്വിലിബ്രിയം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ അനോമലസ് മാഗ്നറ്റിക് മൊമെൻറ്റിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ചോദ്യം ഏത് രീതിയിലാണ് ചോദിക്കുന്നതെന്നനുസരിച്ച് വേണം നമ്മൾ ഉത്തരം എഴുതാനായിട്ട്. ഇതൊരു ബി പാർട്ട് ക്വസ്റ്റനോ എസ്സേ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ കൊടുക്കണം. എവിടുന്ന് തുടങ്ങണം? സ്പിൻ ഓൺലി വാല്യൂവിൽ നിന്ന് ഡീവിയേഷൻ വരുന്നു. എന്തൊക്കെ കൊണ്ട്? ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ കൊണ്ട്, സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് കൊണ്ട്, ടെമ്പറേച്ചർ ഡീവിയേഷൻസ് കൊണ്ട്. അതിൽ ക്യൂറീസ് ലോ, ക്യൂറി-വീസ് ലോ ജസ്റ്റ് പറഞ്ഞു വെക്കണം. ഈ PPTയിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ ജസ്റ്റ് പറഞ്ഞു വെക്കണം. അതിനുശേഷം നമ്മൾ പറയുന്നു ഈ പറയുന്ന TIP-യെക്കുറിച്ച്. എന്നിട്ട് നമ്മൾ അനോമലസ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഡിഫൈൻ ചെയ്യുന്നു എന്താണെന്നുള്ളത്. അപ്പോൾ സ്പിൻ വാല്യൂ, ഓർബിറ്റൽ വാല്യൂ, TIP, ഈ 3 എണ്ണം വെച്ചും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ബിഹേവിയർ നമ്മുടെ കോംപ്ലക്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് അനോമലസ്. ഇപ്പം നമ്മൾ തന്നെ ഡിഫൈൻ ചെയ്തെടുത്തിരിക്കുന്നു. ഇനി അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് 5 കാരണങ്ങളെക്കുറിച്ച്. അതിൻ്റെ അകത്ത് സ്പിൻ ഓർബിറ്റ് കപ്ലിങ്ങിന് ഞാൻ എക്സാമ്പിൾ കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൂടി ഇഫ് പോസിബിൾ നിങ്ങൾ എഴുതുക, ഇല്ലെങ്കിൽ നമ്മുടെ 5 പോയിൻ്റ് എഴുതി വെച്ചാൽ മതി. ഈ 5 പോയിൻറ്റും 5 എക്സാമ്പിൾസ് കൂടി എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ്.